പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രാത്രി ഒത്തിരി വൈകിയാൽ പോകാൻ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് ധ്യാൻ വേഗം രാഘവനെയും കൊണ്ട് പോയിരുന്നു. ഡെവി കരഞ്ഞു കലങ്ങിയ തന്റെ കണ്ണുകൾ കണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മിത്ര അധികം മോനെ മുന്നിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു. മിത്രയെ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിച്ചതിന് ഡാനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞുട്ടിന്റെ കയ്യിൽ നിന്നും ആവശ്യത്തിന് കിട്ടിയത് കൊണ്ട് പോകുന്നത് വരെ പിന്നെ പാട്ടി വാ തുറന്നിട്ടില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നു മിത്രയുടെ വീട്ടുകാരവിടുന്ന് പോയത്. പോകുന്നതിന് മുൻപായി 3 പേർക്കും നല്ല മാർക്കുള്ളത് കൊണ്ട് അവരുടെ വക ഗിഫ്റ്റും കൊടുത്തിട്ടായിരുന്നു പോയത്. ഡാനിക്കും കുഞ്ഞുട്ടും നല്ല സ്മാർട്ട് ഫോണും മിത്രയ്ക്കൊരു ജ്വല്ലറി സെറ്റുമായിരുന്നു കൊടുത്തത്. അവൻ പോയ ഉടനെ തന്നെ ഡെബി തന്റെ അനുജന്മാർക്ക് വേണ്ടി വാങ്ങിയ സിൽവർ ബ്രേസ്ലെറ്റും കൊടുത്തു. എങ്കിലും മിത്ര തന്റെ മുന്നിലേക്ക് വരാത്തത് കൊണ്ട് ഡെബി അവളെ മൈൻഡ് ചെയ്യാനേ പോയില്ല. കിച്ചണിലെ പണി ഡാനിക്കും കുഞ്ഞോട്ടൊപ്പം ഒതുക്കി ഫ്രഷായി ഡേവിഡ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ചുവരിന് അഭിമുഖമായി കിടക്കുന്ന മിത്രയാണ്. താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്ത പാവം നടിച്ച് കിടക്കുന്നവളെ കണ്ടതും ഡെവി സംശയത്തിൽ അവളിൽ നിന്ന് നോക്കി കഥക് ചേർത്തടിച്ച് അവൾക്ക് അരികിലേക്ക് വന്ന് ബെഡിലിരുന്നു. ദേവാ. മിത്രയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഡേവിഡ് വിളിച്ചു. ഡെവിയെ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ മിത്ര മൂളി. എന്നതാ നിനക്ക് പറ്റിയത്? തലവേദനയാണ്. മിത്ര പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും ഡെബി ഞെടിയിടയിൽ തന്നെ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. നീ കരഞ്ഞോ ദേവ? ഇന്ന് നിന്റെ പാട്ടി എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചോ? കുറച്ച് നേരമായി നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. മിത്രയുടെ മുഖം നേരത്തെ ഉള്ളതിനേക്കാൾ കരഞ്ഞു ചുവന്നിരിക്കുന്നത് കണ്ട് അവളുടെ കാവളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ചായ, തലവേദന അതിൻ്റെയാണ്. ബെഡിൽ നീറ്റിരുന്ന് ഡെബിയെ നോക്കാതെ മിത്ര വായിൽ വന്ന കള്ളം പറഞ്ഞു. എന്തിനാ ദേവ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? മിത്രയെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിത്ര ഡെവിയെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ ഉള്ളിലെ സങ്കടം കരഞ്ഞു തീരട്ടെ എന്ന് കരുതി ഡെവി ഒന്നും ചോദിക്കാതെ മിത്രയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇനി പറ, എന്നതാ എൻ്റെ കൊച്ചിന് ഇത്രയും വിഷമം വരാൻ കാരണം? അവളുടെ കരച്ചിലൊന്ന് അടങ്ങിയതും മിത്രയുടെ തലയിൽ തലോടിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചതും പാട്ടി താൻ മച്ചിയാണെന്ന് പറഞ്ഞ് തന്നെ വേദനിപ്പിച്ചതും താൻ രാധവിൻ്റെ അടുത്തേക്ക് പോയാൽ അവൾക്ക് കുഞ്ഞിന് ദോഷമാണെന്ന് പറഞ്ഞതും എല്ലാം മിത്ര കരച്ചിലോട് ഡെബിയോട് പറഞ്ഞു. മിത്ര പറഞ്ഞതൊക്കെ കേട്ട് തൻ്റെ പെണ്ണിനെ കരയിച്ചതോർത്ത് ഡെബിയുടെ ഉള്ളിൽ പാട്ടിയെ ചുട്ടേരിക്കാനുള്ള ദേഷ്യമാടി. ഒപ്പം മിത്രയുടെ സങ്കടം കണ്ട് അവനെ നെഞ്ചവും പിടഞ്ഞു. ഞാൻ അങ്ങനെയാണ് ചായ, ഞാൻ മച്ചി. ബാക്കി പറയും മുമ്പായി ഡേവിഡ് മിത്രയുടെ വാപ്പുത്തിയിരുന്നു. എന്നതാ ദേവ ഈ പറയുന്നേ? അവർ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് കേട്ട് നീ ഇങ്ങനെ കരയണോ? നിന്റെ പഠിപ്പ് കഴിഞ്ഞൊരു ജോലിയാകുന്നത് വരെ നമ്മൾ കുഞ്ഞുങ്ങൾ വേണമെന്ന് വെച്ചതല്ലേ? നമ്മളല്ല, ഇച്ചായനാണ്. എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊന്നുമില്ല. ഇച്ചായനല്ലേ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? ഡേവിഡ് തന്നെ ആശ്വസിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞത് കേട്ട് മൂക്കു വലിച്ച് അവനെ നോക്കി കെറുവോളം ഇത്ര പറഞ്ഞു. അത് പിന്നെ നിന്റെ ഭാവിക്ക് വേണ്ടിയല്ലേ കൊച്ചേ? കുഞ്ഞുങ്ങളുള്ളവർ പഠിക്കുന്നില്ലേ, ജോലിക്ക് പോകുന്നില്ല ചായ. ഇപ്പൊ പാട്ടി പറഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ പലരും പറയിച്ചായ. എനിക്ക് വയ്യ ചായ വേദനിക്കാൻ. ഈ ചാനൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമില്ലേ? കരച്ചിലിനൊപ്പം അത്രയും പറഞ്ഞ് മിത്ര മുഖം പോയിട്ട് ഡെവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം കുഞ്ഞിനെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ദേവ? പിന്നെ എന്താ ചായ അങ്ങനെയുള്ള തീരുമാനം? ഈ ചാൻ എപ്പോഴും പറയാറില്ലേ എൻ്റെ സന്തോഷം ചാൻ വലുതെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ ചാൻ്റെ തീരുമാനം മാറ്റണം. എൻ്റെ ഇച്ചായൻ്റെ കുഞ്ഞിന് ഉദരത്തിൽ പേരാനും പ്രസവിക്കാനും പാലൂട്ടി വളർത്താനും എനിക്ക് എന്തുമാത്രം കൊതിയണമെന്ന് അറിയിച്ചായന്. ഈ തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ ചായ? പ്രതീക്ഷയോടെ തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിക്കുന്നവളെ കണ്ട് ഡേവിഡ് വല്ലാതെയായി. തനിക്കും ഒരു കുഞ്ഞ് എന്നത് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ താനും തൻ്റെ കുഞ്ഞും കാരണം ഒരിക്കലും അവളുടെ ഭാവി നഷ്ടപ്പെട്ടതെന്നാണ് ഉള്ളിൽ. ഒരിക്കൽ തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ ദേവം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടരുത്. ആ ഒരവസ്ഥ വരാതിരിക്കാനാണ് അവൾ പഠിച്ച് നല്ലൊരു ജോലിയാകുന്നത് വരെ കുഞ്ഞ് വേണ്ടെന്ന തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയായിരുന്നു എല്ലാം. പക്ഷേ അവളുടെ മുഖഭാവത്തിൽ നിന്നും പറച്ചിൽ നിന്നും തന്നെ അവളൊരു കുഞ്ഞിനെ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഡെവിക്ക് മനസ്സിലായി. ഒടുക്കം അവളുടെ ആഗ്രഹത്തിനെ എതിർത്ത് നിൽക്കാതെ സമ്മതം മൂടുമ്പോൾ ഇത്രയും നേരത്തെ സങ്കടമെല്ലാം മാറി ആ മുഖം ഞൊടിയുടെ നേരം കൊണ്ട് വിടരുന്നത് കണ്ടതും അതുവരെയുള്ള ഡെവിയുടെ മനസ്സിന്റെ പിരിമുറുക്കം കഴിഞ്ഞ് അവൻ്റെ ഉള്ളും തണുത്തിരുന്നു. സത്യാണ് ചായ? നിറഞ്ഞ സന്തോഷത്തോടെ അവൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് മിത്ര ചോദിച്ചു. ഞാനിനി നിന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നില്ല. പക്ഷെ പിന്നീട് ഒരിക്കലും നിനക്കിപ്പോഴത്തെ തീരുമാനം തെറ്റായി പോയെന്ന് തോന്നരുത്. മിത്രയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു.
ഒരിക്കലും ഇല്ല ചായ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ ചായ നിങ്ങളെ. അപ്പം ആ ഇഷ്ടം നിങ്ങളുടെ അംശത്തോടുണ്ടാകും. എൻ്റെ മരണം വരെ അങ്ങനെ ഒരു ചിന്ത എന്നിൽ ഉണ്ടാകില്ല. ഉള്ളിൽ തട്ടി ഉറപ്പോടെ അതും പറഞ്ഞ് മിത്ര സന്തോഷത്തോടെ ഡെവിയുടെ ഇരു കവിളിലും തൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചു. ഈ ചായ ഞാനൊരു സാധനം കാണിച്ചു തരാം. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മിത്ര ബെഡിൽ നിന്നും ചാടി എണീറ്റ് അതും പറഞ്ഞ് അലമാരക്കരികിലേക്ക് നടന്നു. അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചാവി എടുത്ത് അലമാര തുറന്ന് അതിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന ആ വലിയ ജ്വല്ലറി ബോക്സ് എടുത്ത് ഡെവിക്കരികിലേക്കായി വന്നിരുന്നു. ദേ നോക്കിയ ചായ, വീട്ടിൽ നിന്ന് അവരെനിക്ക് കൊണ്ടുവന്നതാ. ഈ ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നല്ലോ. ഡെവിക്ക് അടുത്തായിരുന്ന ജ്വല്ലറി ബോക്സ് തുറന്നുകൊണ്ട് മിത്ര പറഞ്ഞു. ന്യൂ മോഡൽ ഡിസൈനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കൊള്ളാല്ലേ? എല്ലാം കൂടി ഒരു 10 പവനിൽ കൂടുതലുണ്ടാകുന്ന പറഞ്ഞത്. അതിലുള്ള നെക്ലേസും ആ നെക്ലേസിന് മാച്ചായ കമ്മലും വളയും റിങ്ങും ബ്രേസ്ലെറ്റും തഴുകി സന്തോഷത്തോടെ മിത്ര പറഞ്ഞതും ഡേവിഡിന് വല്ലായ്മ തോന്നി. കൊള്ളാം, എന്നത്തിനെ കുറിച്ച് ഇതൊക്കെ വാങ്ങിയത്? ഇത് പതിവുള്ളതാ ചായ. മുൻപ് എനിക്ക് ഇതുപോലുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ വാങ്ങി തന്നിരുന്നു. പിന്നെ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? എന്നാൽ ഇതിനൊക്കെ ഒത്തിരി ക്യാഷ് ആയിട്ടുണ്ടാകും. കൂടെ ഡാനിക്കും കുഞ്ഞുണ്ടൊക്കെ പുതിയ ഫോൺ അവർ മേടിച്ചു, അതിനൊത്തിരി ക്യാഷ് ആയിട്ടുണ്ടാകും. ഒന്നും വേണ്ടായിരുന്നു. തൻ്റെ ഉള്ളിലെ വിമിഷ്ടം പുറത്ത് കാണിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. അതിനെന്താ, എൻ്റെ അനിയന്മാർ രണ്ടും നല്ല മാർക്ക് എക്സാമിൽ വാങ്ങിച്ചതിന് എൻ്റെ വീട്ടുകാർ അവർക്ക് സന്തോഷത്തോടെ ഒരു സമ്മാനം കൊടുത്തതല്ലേ. കൊടുത്തവർക്കില്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഇച്ചായന്. ഡേവി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മിത്ര പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഇച്ചാൻ ഇനി ഒന്നും പറയണ്ട. അല്ല, അനിയന്മാർക്ക് ഗിഫ്റ്റ് കൊടുത്തു, എനിക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? മിത്രയുടെ ചോദ്യം കേട്ട് ഡെവി ഒന്ന് പരിങ്ങി. മിത്രയുടെ വീട്ടുകാർ ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുത്തതും ഉള്ളിലെ അപകർഷതാബോധം കാരണം ഡെവി അത്രയ്ക്ക് ആഗ്രഹിച്ച് അവൻ വാങ്ങിയ ഗിഫ്റ്റ് മിത്രക്ക് കൊടുക്കാതെ മാറ്റിവെച്ചതായിരുന്നു. അത് പിന്നെ ഞാൻ കള്ളം പറഞ്ഞതാ, ഞാൻ നിനക്ക് ഒന്നും വാങ്ങിയിട്ടില്ല. മിത്രയുടെ മുഖത്ത് നോക്കാതെ ഡേവിഡ് പറഞ്ഞു. അങ്ങനെ ചേന എനിക്കില്ലാതെ വാങ്ങില്ലെന്ന് എനിക്കറിയാം. എടുത്ത് താഴ്ചായ. അത് വേണം ദേവ. വേണം. മിത്ര വാശിയോടെ പറഞ്ഞതും ഡേവിഡ് അലമാരിൽ നിന്നൊരു കുഞ്ഞു ബോക്സ് എടുത്ത് ജാള്യതയോടെ അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു. കുഞ്ഞൊരു സമ്മാനാണ്. നിന്റെ വീട്ടുകാർ നിനക്ക് തന്നതിൻ്റെ പകുതി പോലും വരില്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതും പറഞ്ഞ് ഡേവിഡ് ആ കുഞ്ഞു ബോക്സ് മിത്രയ്ക്ക് നേരെ നീട്ടിയതും മിത്ര വേഗം ആ ബോക്സ് വാങ്ങി തുറന്നു നോക്കിയതും അവളുടെ മുഖം മാറി. എന്തോ നയിച്ചായത്? ആ ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളിലുള്ള കല്ല് വെച്ചൊരു ജോഡി ചെറിയ ജിമിക്കി കമ്മലുകൾ കണ്ട് മിത്ര അനിഷ്ടത്തോടെ ഡെവിയോട് ചോദിച്ചു. എന്താ ദേവ, ഇഷ്ടായില്ലേ ഇത്? മിത്രയുടെ മുഖം മാറിയത് കണ്ട് ഡേവിഡ് ചിരിയോടെ ചോദിച്ചതും അവൾ കണ്ണുരുട്ടി അവനെ നോക്കി. ഈ ചാൻ എന്തിനാ ഇപ്പം എനിക്ക് കമ്മൽ വാങ്ങിയത്? എൻ്റെ കൊച്ചിനിടാനാ ഞാൻ കമ്മൽ വാങ്ങിയത്. മിത്രയുടെ കാതിലുള്ള അവൻ്റെ അമ്മച്ചിയുടെ കമ്മൽ ഊരിയെടുത്തുകൊണ്ട് പറഞ്ഞു. അവന്മാർക്ക് വാങ്ങിയ പോരായിരുന്നു. എന്തിനാ ചായ പൈസ ഇല്ലാത്തിട്ട് എനിക്ക് ഈ കമ്മൽ വാങ്ങിയത്? സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ? ഇനി കുഞ്ഞുട്ടിന് ക്ലാസ് തുടങ്ങിയ ഫീസായിട്ട് തന്നെ നല്ല എമൗണ്ട് വേണ്ടേ? ഡെവിയുടെ അവസ്ഥ അറിയാവുന്ന മിത്ര തൻ്റെ കയ്യിലുള്ള ആ ഇത്തിരി പൊന്ന് കണ്ട് വല്ലായ്മയോടെ പറഞ്ഞു. അതിനൊക്കെ ഞാൻ എന്നതിലും വഴി കണ്ടുകൊണ്ട് എൻ്റെ കൊച്ചതോർത്ത് ഈ കുഞ്ഞ് തലപൊകിച്ച് സങ്കടപ്പെടണ്ട. ഈ കമ്മൽ ഇഷ്ടമായോ? ഇഷ്ടായി. കണ്ണും നിറച്ച് അതും പറഞ്ഞ് ഡെവിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയാവും. ദേവ, ഇപ്പം എന്നതിനാ കണ്ണു നിറക്കുന്നത്? നെഞ്ചിൽ തട്ടിയ നനവിൽ ഡെവി അവളെ തന്നെ നടത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞതും മിത്ര നിറഞ്ഞ കണ്ണുകളോട് ഡെവിയെ നോക്കിയതും ഡെവി മിത്രയുടെ നിറഞ്ഞ കണ്ണ് തുടച്ചു കൊടുത്തു. എന്നാലും എന്തിനാ ചായ? മിത്ര വീണ്ടും മകത്തന്നെ പറഞ്ഞതും ഡെവി അവളെ നോക്കി കണ്ണുരുട്ടി കുഞ്ഞു ജിമിക്കിയെടുത്ത് അവളുടെ കാതിലിട്ട് കൊടുത്തു. ഇപ്പൊ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. കാതിൽ കമ്മലിട്ട് കൊടുത്ത് പെരുവിരൽ കൊണ്ട് അത് തട്ടിയതും ആടിക്കളിക്കുന്ന ആ കമ്മലിൽ നോക്കി ഡെവി ചിരിയോടെ പറഞ്ഞതും അവന്റെ മുഖത്തെ ചിരി കണ്ട് ചെറു ചിരിയോടെ മിത്ര അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. വിഷമുണ്ടോ കൊച്ചിന്? മിത്രയെടുത്ത് തന്റെ മടിയിലേക്ക് ഇരുത്തി തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. എന്തിനാ ചായ? മിത്ര സംശയത്തിൽ ഡെവിയെ അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ പാട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മാറി. എനിക്ക് വിഷമം വന്നാ ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ഇച്ഛാനും അനിയന്മാരും അപ്പച്ചനൊക്കെ ഇല്ലേ, എനിക്കത് മതി. പിന്നെ ബാക്കി പറയാതെ കുസൃതിയോടെ മിത്ര ഡെവിയെ നോക്കി. പിന്നെ എന്നതാ ബാക്കി പറയാത്തത്? പിന്നെ എൻ്റെ ഇച്ഛാനിപ്പോൾ നമുക്ക് കുഞ്ഞു വേണ്ടെന്ന തീരുമാനം മാറ്റിയില്ലേ, അതുകൊണ്ടിപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. അതും പറഞ്ഞ് മിത്ര ഡെവിയുടെ ഇരു കവളിലും മാറി മാറി ചുണ്ടുകൾ ചേർത്തു.
ഒരു കണക്കിന് പാട്ടി അങ്ങനെ പറഞ്ഞത് നന്നായി. അതുകൊണ്ടല്ലേ ഇച്ചാന് തീരുമാനം മാറ്റാൻ തോന്നിയത്. കുസൃതി ചിരിയോടെ പറയുന്നവളെ കണ്ട് ഡേവിഡ് ചിരിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ പല്ലുകളായി. ഇച്ചായ. ഇത്തിരി സമയം കഴിഞ്ഞതും അവൾ ഇട്ടിരുന്ന ടോപ്പിനിടയിലൂടെ ഡെവിയുടെ കൈ നഗ്നമായ അവളുടെ അണിവയറിൽ അമർന്നതും വിവശതയോടെ ഡെവിയുടെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി അവനെ വിളിച്ചു. മിത്രയുടെ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകളുടെ സൈഡിലേക്ക് പകഞ്ഞു മാറ്റി കൊടുത്തുകൊണ്ട് ഡേവിഡ് മൂളി. സമയം ഒത്തിരിയായി, കിടക്കണ്ടേ? വേണ്ട. മിത്രയുടെ മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഡേവിഡ് പറഞ്ഞതും ഉയർന്ന നെഞ്ചിടിപ്പോടെ മിത്ര മിഴികളടച്ച് വയറിൽ അലഞ്ഞു നടന്ന ഡെവിയുടെ കൈ അവളുടെ മാറിലായി അമർന്നതും മിത്ര കുറുകിലോടൊന്ന് ഉയർന്നു പൊന്തി ഡെവിയുടെ ഷോൾഡറിൽ അള്ളിപ്പിടിച്ച് അവനോട് ചേർന്നിരുന്നു. ഉറങ്ങാച്ചായ. കഴുത്തിലേക്ക് അരിച്ചിറങ്ങിയ ഡെവിയുടെ മുഖം തടഞ്ഞ് കൂമ്പിയടഞ്ഞു പോകുന്ന മിഴികളോടെ മിത്ര പറഞ്ഞു. കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാലേ കുഞ്ഞിനെ കിട്ടില്ല. കള്ളച്ചിരിയോട് അവളുടെ ചെവിത്തുമ്പ് കടിച്ചു വിട്ട് ഡേവിഡ് പറഞ്ഞതും മിത്ര നാണത്തോടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. മിത്രയുടെ ഭാവം കണ്ടതും ഡെവി ചിരിയോട് അവളിൽ നിന്നും ചുണ്ടു ചേർത്ത് അവളെ വാരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് അമർന്നു.